ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിച്ചാണ്. നമുക്ക് സുഖം തന്നെ അൽഹംദുലില്ലാഹ്. പലബൽ കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മക്കളെ, കുറേ ദിവസമായിട്ട് നമ്മളെ വീഡിയോസൊന്നും ഇടാൻ കഴിഞ്ഞിട്ടില്ല, ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ 2 കോഴിമുട്ടയായിട്ട് വന്നതാണ്. അതുകൊണ്ട് ചെറിയൊരു തരം സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരുങ്ങാണ് കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാവരും ഇങ്ങോട്ട് പൂരി എല്ലാവരും വർത്താനം കൂട്ടൊക്കെ എന്താണ്. അപ്പോൾ 2 കോഴിമുട്ട എടുത്താണ്. ഇത് നമുക്ക് പൊട്ടിച്ചിട്ട് പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കട്ടോ. അപ്പോൾ പാത്രം എടുത്ത് കൊണ്ടുവരട്ടെ. അപ്പോൾ 2 കോഴിമുട്ട ഇതിലേക്ക് ഉടച്ചിട്ടാണ് കേട്ടോ. ഇതിലേക്ക് ഇടുന്നത് കുറച്ച് കുരുമുളകാണ്. കുരുമുളക് പൊടി പൊടിച്ചതാണ് കേട്ടോ, ചതച്ചതാണ്. ഇനി നമുക്ക് പാകത്തിന് ഇട്ട് കൊടുക്കുക. നല്ലോണം ഇളക്കി കൊടുക്കട്ടോ. അപ്പം നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മനസ്സ് നിൽക്കരുത്. കൂട്ടത്തിൽ കുടുംബത്തേക്കും എല്ലാവർക്കും ഒന്ന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കാൻ മടിക്കരുത്. ഇതുവരെ നിൽക്കട്ടെ. ഇത് 1 സവാള, 2 പച്ചമുളക്, 1 ഉരുളക്കിഴങ്ങ്, ഇതൊന്ന് നമുക്ക് വാട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചൂടാനി മുടിക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ചട്ടിക്ക് ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി പൊടിച്ചിട്ട് കൊടുക്കും കേട്ടോ. പിന്നെ ഉള്ളിട്ട് കൊടുക്കേണ്ട പാകത്തിന് ഇത് നമുക്ക് ഇറക്കി ഒന്ന് വാട്ടിയെടുക്കട്ടെ. നല്ലോണം വേവണ്ട, ഇത് വാടിയാൽ മതി. തക്കാളി ഈ പിന്നെ ഉരുളക്കിഴങ്ങും ഉള്ളിയൊക്കെ ഒന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ. ഇത് വാടട്ടെ. അപ്പം അത് വാടിയിട്ട് അത് നമുക്കിതാ ഈ കോഴിമുട്ടൻ്റെ കൂട്ടുകട ഒഴിച്ച് കൊടുക്കുകയാണ്. നമുക്ക് നല്ലോണം ഇതൊന്ന് ഇളക്കട്ടോ. നല്ലോണം ഇളക്കി കൊടുക്കുക. നമ്മൾ വീണ്ടും ആ ചട്ടി തന്നെ വെച്ചാണ് നമുക്ക് ഈ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കട്ടോ. അപ്പോൾ തീ സിമ്മിലാക്കി വെക്കണം. ഇത് ഒഴിക്കുമ്പോൾ നമുക്കിത് പരത്തി കൊടുക്കാം. ഇത് മൂടി വെച്ച് വേവിക്കട്ടോ. അപ്പോൾ റെഡി ആയത് നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കട്ടോ. മറിച്ചിട്ടിട്ട് ഈ ഭാഗവും വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ മറിച്ചിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കട്ടോ. അപ്പോൾ നമ്മളെ വിഭവം ഇവിടെ റെഡി ആയി കേട്ടോ. അപ്പോൾ ഇങ്ങനെ കോഴിമുട്ട പൊരിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് പൊരിച്ച് നോക്കേണ്ടിരുന്നാളെ. ഇത് ചോറ്റക്ക് മാത്രമല്ല, നമുക്ക് ചായക്ക് സ്നാക്സ് ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കോഴിമുട്ടയും ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിയോണ്ടി. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മളെ ഫീഡ്ബാക്ക് അറിയിക്കേണ്ടിട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അപ്പോൾ നാളെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇത് നമുക്കൊന്ന് മുറിച്ച് നോക്കണം കേട്ടോ. അത് നമുക്ക് മുറിച്ച് നോക്കാം. ഒരു കത്തി എടുക്കുക. ഒരു കത്തി കൊണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് മുറിച്ച് ഇവിടെ ഇങ്ങനെ മുറിച്ച് നമുക്കത് ഇങ്ങനെ ഒരു എടുത്ത് നോക്കട്ടെ. ഇവിടെ മുറിഞ്ഞില്ല. അപ്പോൾ കത്തിക്ക് തീരെ മൂർച്ചല്ലാവുന്നുണ്ട് അല്ലേ. അടാറ് ഉണ്ടാവും, നല്ല രസം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മൾ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ വരുന്നതിലേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.